വാർത്ത കിട്ടിയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു വന്നാണ്, അതാണ് ചോദിക്കുന്നത്. എനിക്ക് നിരവധി കേസുകളുണ്ടായിരുന്നു ഇവിടെ. അതില് 10-12 കേസുണ്ടായിരുന്നു. ബാക്കി എല്ലാ കേസുകളും വെറുതെ വിട്ടു. എനിക്ക് 2 കേസുണ്ട് ബാക്കി. അതിന് 313 സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം വിചാരണയൊക്കെ പൂർത്തിയായിട്ട്. 31-ാം തീയതിയാണ് കേസ് വെച്ചത്. 34-ാം തീയതി ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇലക്ഷൻ എല്ലാം ആയിരുന്നു. ഇന്ന് എന്റെ റിക്വസ്റ്റ് പ്രകാരം കോടതി ഇന്നത്തേക്ക് എനിക്ക് അനുവദിച്ചതെന്നാണ് ഞാൻ ചോദിച്ചിട്ട് 29-ാം തീയതി. കാരണം ഇനി അസംബ്ലി സമ്മേളനം തുടങ്ങുകയാണ്. അത് ഇന്ന് പോയി 2 കേസിന്റെ 313 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അതിന്റെ വിധി വന്നു കഴിഞ്ഞാൽ എനിക്കെതിരെയുള്ള എല്ലാ കേസുകളും ഈ കോടതി തീർന്നു. ആ സന്തോഷം പങ്കുവയ്ക്കാൻ വന്നതാണ്. അത് ക്ലിയർ ആയി. മറ്റൊന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളാണ്. വിദേശത്ത് ഉൾപ്പെടെ അക്കൌണ്ടുകളുണ്ട്. 3 കോടിയിലധികം രൂപ ലാവിംഗ് കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികളിൽ അക്കൌണ്ട് വഴി പണം മാറ്റിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കണ്ടെത്തലൊക്കെയാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ജോയിന്റ് ആയിട്ട് ഒരു അക്കൌണ്ട് ഉണ്ട്. ആ അക്കൌണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും SNC ലാവനിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം. ഇങ്ങനൊരു അക്കൌണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. 1. 2, ഈ അക്കൌണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹമാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൌണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൌണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൌണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ്. അതുണ്ടോ ഇല്ലയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്, അല്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്. ശരിയാണോ അല്ലേ എന്ന് പറയാൻ. അദ്ദേഹം അത് പറയട്ടെ. തെറ്റാണെങ്കിൽ അത് അവർക്കെതിരായിട്ട് നിയമ നടപടികൾ, ആരോപണം ഉന്നയിച്ചവർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക, എന്തുവേണമെങ്കിലും ചെയ്യാം. ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയാവും. സാധാരണ ആരോപണം വന്ന മിണ്ടാറില്ല. സ്ഥിരം പരിപാടിയാണ്. മൌനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കലാണ് പതിവ്. ഈ കാര്യത്തിൽ അത് ചെയ്യരുത്. അത് ചെയ്താൽ നേരത്തെ സംഭവിച്ചതുപോലെ അത് ശരിയാണ് എന്ന് വരും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് മുഖ്യമന്ത്രി ഈ ആരോപണത്തിന് മറുപടി പറയും. അതാണ് എന്റെ ഡിമാൻഡ്. കാരണം ഞങ്ങള് അദ്ദേഹത്തിന് കൂടി പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ജനാധിപത്യ രീതിയിലാണ്. എന്നിട്ട് പറയാം, ബാക്കി പറയാം. അദ്ദേഹം നിഷേധിക്കട്ടെ. ഇനി പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ED കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകിയിട്ടുണ്ട് മാസപ്പടി വിഷയത്തിൽ. അതിന്റെ പശ്ചാത്തലം എന്താണ്? EDയും CPM ഒത്തുകളിക്കുകയാണെന്ന് പലഘട്ടത്തിൽ നമ്മൾ ആരോപിക്കുന്നുണ്ട്. അതിനാലെയാണ് ഇത്തരത്തിലുള്ള സംഭവം. EDയുടെ അന്വേഷണം ഒരു സ്ഥലത്തും ഇതുവരെ എത്തിയിട്ടില്ല. ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. SFIയുടെ അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒരു കേസിൽ എത്തിയിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കരുവന്നൂർ ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞു. ഏതെങ്കിലും CPM നേതാവിനെ വിളിച്ചു, മൊഴിയെടുത്തു. അടുത്ത പ്രാവശ്യം വീണ്ടും വരാൻ പറഞ്ഞു. അതായത് പേടിപ്പിച്ചാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം അറസ്റ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ആള് പോകുന്നത്. 2ാമത്തെ പ്രാവശ്യം ചെയ്തില്ല, 3ാമത്തെ പ്രാവശ്യം ചെയ്തില്ല, 4ാമത്തെ പ്രാവശ്യം ചെയ്തില്ല. തൃശൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP EDയെ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ CPM നേതാക്കളെ വിരട്ടി നിർത്തി. ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ വേറെ പല സ്ഥലത്തും ഇപ്പൊ ED വരും, ഇപ്പൊ SFIO വരും. SFIO ഒരാളെ ചോദ്യം ചെയ്തില്ലല്ലോ, ഒരാളുടെ മൊഴിയെടുത്തില്ലല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ബാക്കിയുള്ള സ്ഥലത്ത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, അല്ലെ? 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. അതന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ അവർ തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാർ ഗവൺമെന്റും കേരളത്തിലെ CPM കൂടിയുണ്ട്. ഇതിനു മുമ്പുള്ള കേസുകൾ ഇതുപോലെ തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ കൊട്ടിഘോഷിച്ചു. നിങ്ങൾ കൊച്ചിയിലെ പത്രക്കാരാണ്. എല്ലാ ദിവസവും വിവരം തന്നു. ഒരു സുപ്രഭാതത്തിൽ കട്ടയും പടവും മടക്കി ഫയലും മടക്കി അവരങ്ങ് പോയി, ഇല്ലേ? അതുപോലെ തന്നെ ഈ കേസുകൾ സംഭവിക്കുള്ളൂ. അപ്പൊ അത് വേറെ നിയമപരമായ മാർഗങ്ങൾ തേടും. ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ. ആ അന്വേഷണം കൃത്യമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ മറ്റ് നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ തേടും. മറ്റൊന്ന് ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നലെ മഴ പെയ്തു, സമാനതകളില്ലാത്ത വെള്ളക്കെട്ട് കൊച്ചിയിലുണ്ടായി. ഈ രാജീവ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം മഴക്കാല പൂർവ്വ നടപടികൾ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് തന്നെ 3 മാസം മുമ്പാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ ആരംഭിക്കേണ്ടതാണ്. മഴക്കാല പൂർവ്വ നടപടികൾ ആരംഭിക്കാൻ എന്താണ് പെരുമാറ്റച്ചട്ടം തടസ്സം? മന്ത്രിമാർക്ക് ചിലപ്പോൾ ജനപ്രതിനിധികൾക്ക് യോഗം ചേരാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരുടെ എത്രയോ യോഗങ്ങൾ നടന്നു. ഞാൻ നടത്തിയല്ലോ. എന്റെ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ തെറ്റായ രീതിയിൽ അശാസ്ത്രീയമായി പണിതപ്പോ ഞാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ, വാട്ടർ അതോറിറ്റിയുടെ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ, ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്ത് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി
മഴയ്ക്ക് മുമ്പ് വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള അവിടുത്തെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചു. അപ്പൊ എനിക്ക് പറ്റിയല്ല, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. കളക്ടർ എന്നോട് പറഞ്ഞു പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ MLA-മാരെയും ലോക്കൽ ബോഡി ആളുകളെ വിളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് വേണ്ട, നിങ്ങൾ ചെയ്താൽ മതി. അദ്ദേഹം അത് ഭംഗിയായിട്ട് കളക്ടർ ചെയ്തു. അതൊക്കെ ഇവർക്കൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ കാന കോരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണോ, മഴ മാറിക്കതിന് ശേഷമാണോ? ഈ കോർപ്പറേഷൻ അറിയില്ലേ, ഈ ലോക്കൽ ബോഡികൾക്ക് അറിയില്ലേ? അവർക്ക് ഗവൺമെന്റാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനെ കുറിച്ച് ബോധവൽക്കരണമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയല്ലോ. ജാഥ നടത്തിയ ഡ്രൈനേജിൽ അഴുക്ക് മാറുമോ? ജാഥ നടത്തിയ അഴുക്ക് പോകില്ല, ജാഥ നടത്തിയ അഴുക്ക് ഒന്നും കൂടി വരും. അത്രയുള്ളു. ജാഥ നടത്തി ഗവൺമെന്റ്, ലോക്കൽ ബോഡി ഡിപ്പാർട്ട്മെന്റ്, പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ സർക്കാരിന്റെ പൊതുവായ മുഖമുദ്ര എന്ന് പറയുന്നത് കെടുകാര്യസ്ഥതയാണ്. അത് ഈ കാര്യത്തിലുണ്ടായെന്ന് വിചാരിച്ചാൽ മതി. ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അടിവരയിട്ട് വരികയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. സർക്കാരിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. മഴ വരുമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത മഴ വരും, വലിയ മഴ വരും. മഴ വന്നാൽ വെള്ളക്കെട്ടാകേണ്ട സ്ഥലങ്ങള് എനിക്ക് മനസ്സിലായല്ലോ. നാഷണൽ ഹൈവേയുടെ പണി നടക്കേണ്ടപ്പോ എനിക്ക് മനസ്സിലായി മഴ പെയ്താൽ പോക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ ഭരണകൂടത്തോട് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ച് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കുറെ പരിഹാരം ഉണ്ടായി.